الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമറാഹിമീനായ അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, പ്രപഞ്ചം അടക്കി സൃഷ്ടിച്ച് ഭരിക്കുന്ന അല്ലാഹുവേ, പടച്ചവനെ, ആലക്കായ റബ്ബേ, ഞങ്ങൾ ഈ ദിക്റിന്റെ മജ്ലിസിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെല്ലാം ഈ മജ്ലിസിൽ കേൾക്കുകയും ഇരിക്കുന്നതും പല പല ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണ് റബ്ബേ, ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറച്ച് സലാത്ത് കൊണ്ട് നമുക്ക് ഈ മജ്ലിസ് തുടങ്ങാം. ഹബീബായ തങ്ങളുടെ മേലുള്ള സലാത്തുകൾ ജീവിതത്തിലെ കെട്ടുകൾ അല്ലാഹു ഒഴിക്കപ്പെടുകയും ദാരിദ്ര്യങ്ങൾ നീക്കപ്പെടുകയും സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കുറച്ച് സലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് മജ്ലിസ് തുടങ്ങാം. വളരെ പുണ്യമുള്ള സലാത്താണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ നമ്മൾ ചൊല്ലുന്ന ഈ സലാത്ത് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് നബിയിൽ ഉമ്മി وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. അല്ലാഹുവേ, സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സകല മുറാദുകളും ഹാസിലാക്കാൻ ഈ സലാത്ത് ഒരു കാരണമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് കിട്ടാൻ ഒരു കാരണമാക്കണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മരണത്തിൽ നിന്നാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്. എത്രയോ പേര് ഉറക്കിൽ മരണപ്പെട്ടു പോകുന്നു. പടച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറക്കിൽ നിന്ന് ഉണർന്നാണ് ചൊല്ലേണ്ടിയുള്ള ദിക്റാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ. الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ, കടങ്ങൾ വീടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദുആ, ഈ ദുആ നമ്മൾ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങൾ വീടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങൾ വീടുന്നതാണ്. ഖാലിഖായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടി തരണേ പടച്ചവനെ. കടക്കാരായി ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. اللهم إني أعوذ بك من
من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال കാരുണ്യവാനായ പടച്ചവനെ ഈ പ്രപഞ്ചം മടക്കി ഭരിക്കുന്ന അല്ലാഹുവേ ഞങ്ങൾ ആരെയും കടക്കാരായി മരിക്കല്ലേ അല്ലാഹ് അല്ലാഹുവോട് നമുക്ക് ദുആ ചെയ്യാം കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്താൽ മാത്രമേ ഈ ഭൂമിയിൽ നല്ല ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ പടച്ചവനെ റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഈ ചെല്ലുന്ന ദിക്റുകളെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ളതാക്കണേ പടച്ചവനെ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരാനുള്ള ദിക്റുകളാക്കണേ അല്ലാഹ് അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മജ്‌ലിസിലുള്ളവരുടെ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ കേൾക്കുന്നവരും ഇത് ഷെയർ ചെയ്യുന്നവരും ഇത് ലൈക്ക് ചെയ്യുന്നവരും അങ്ങനെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുമായ നല്ല ഒരു വിഭാഗമാണ് അവരുടെ ബന്ധുമിത്രാദികളും മാതാപിതാക്കളും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പടച്ചവനെ കാരുണ്യവാനായ അല്ലാഹ് കരുണക്കടലായ റഹ്മാനേ അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാഹ് ഒരു 3 ഫാത്തിഹ നമുക്ക് ഓതിയിട്ട് അടുത്ത ദിക്റിലേക്ക് കടക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ-ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم പടച്ചവനെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ഭൂമിയിൽ വന്നുപോയ മഹാന്മാരായ റഹ്മാനായ റബ്ബേ മുഴുവൻ അൻബിയാക്കൾക്കും അൽ-ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين
അതുപോലെ കാരുണ്യവാനായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഈ പ്രപഞ്ചം അടക്കി ഭരിക്കുന്ന തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരായ ഉസ്താദന്മാർ, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയ അല്ലാഹ്, ബന്ധുമിത്രാദികൾ പലരും മരിച്ചുപോയ അല്ലാഹ്, സഹോദരങ്ങൾ മരണപ്പെട്ടു അല്ലാഹ്, റബ്ബേ ഖാലിഖായ പടച്ചവനെ, എല്ലാം ഹദറത്തിലേക്ക് അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓതിയ പരിശുദ്ധ ഖുർആൻ, കാരുണ്യവാനായ പടച്ചവൻ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിൽ അല്ലാഹു അതിന്റെ മിഥ്യ സവാബ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കട്ടെ. സർവ്വ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അല്ലാഹു ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ കാക്കുമാറാകട്ടെ. വറസഹിയായ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചവൻ അവന്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യവാനായ അല്ലാഹു അവരെ പൊതിയുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണേ. നീ അവർക്ക് മാഫി ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അപ്പോ പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, നമ്മൾ ഉമ്മമാരെ, നമ്മൾ സൂറത്തുൽ ഇഖ്ലാസും ആഖിദത്തൈനും ഒക്കെ ഓതുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തിൽ ഓതിയാൽ വൈകുന്നേരം വരെ ജിന്നിൽ നിന്നും പിശാചുകളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവൽ നൽകുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹുവേ, സർവ്വ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ജിന്നുകളുടെയും പിശാചുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ ചെല്ലാൻ പറഞ്ഞ 3 പ്രാവശ്യം പ്രഭാതത്തിലും അതുപോലെ രാവിലെയും വൈകിട്ടും ചെല്ലാൻ പറഞ്ഞ ദിക്റാണ് ഞാൻ ചെല്ലാൻ പോകുന്നത്. സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കുന്നതാണ്. സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു കാക്കുന്ന ഒരു ദിക്റാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ
لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق പടച്ചവനേ കാരുണ്യവാനായ റബ്ബേ ഈ ദിക്റുകളെല്ലാം കബൂൽ ചെയ്യണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സൃഷ്ടിക്കപ്പെട്ട സർവ്വ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ ഇനി നമ്മൾ പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റാണ് അസ്ബഹനാ വഅസ്ബഹൽ മുൽകു ലില്ലാഹ് والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر കരുണവാനായ പടച്ചവനെ കരുണക്കടലായ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ് ശർറുകൾ ഞങ്ങളിൽ നിന്ന് തട്ടി നീക്കണേ പടച്ചവനെ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം എന്തെല്ലാം ശർറുകളാണ് എന്തെല്ലാമാണ് മനുഷ്യന്റെ മുന്നിലിരിക്കുന്നത് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ചവനെ ഈ ഭൂമിയിലും ആകാശത്ത് നിറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലാഹുവേ ഈ വീഡിയോകൾ കാണുന്നവർ പരസ്പരം ഷെയർ ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുന്നവർ കാരുണ്യവാനായ റബ്ബേ കരുണക്കടലായ അല്ലാഹ് അവരെല്ലാം നീ സൃഷ്ടിക്കപ്പെട്ട സർവ്വ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് അതുപോലെ പടച്ചവനെ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ് അനുഗ്രഹങ്ങളുടെ വഴികൾ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ മറക്കരുത് അല്ലാഹു ബർക്കത്തിരിമാറാകട്ടെ കാരണം ഈ ദിക്റുകൾ പ്രഭാതത്തിലുള്ള ദിക്റുകൾ ജനങ്ങൾ ചൊല്ലട്ടെ അല്ലാഹു അവരവരുടെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ ടെൻഷനും വിഷമങ്ങളും മാറാൻ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ടെൻഷനും വിഷമവും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്റാണ് അല്ലാഹുവേ നീ ഞങ്ങളെ ഒരുപാട് വിഷമങ്ങൾ ടെൻഷനൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പടച്ചവനേ അതെല്ലാം നീ മാറ്റി തരണേ അല്ലാഹ് ഒരുപാട് പേര് ആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനേ നിങ്ങളുടെ പേര് വായിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നതാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. പടച്ചവനെ, കാരുണ്യവാനായ റഹ്മാനേ, ഈ പ്രപഞ്ചത്തിലെയും അതുപോലെ തന്നെ ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കുറച്ച് സലാത്തുകൾ ചൊല്ലാം. വലിയ അനുഗ്രഹം അല്ലാഹു നൽകപ്പെടുന്ന സലാത്തുകളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്തുകൾ അല്ലാഹു നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റുകയും ടെൻഷനുകൾ മാറ്റുകയും കെട്ടുകൾ അഴിക്കപ്പെടുകയും ദാരിദ്ര്യത്തെ പറിച്ചു കളയപ്പെടുകയും ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഈ വിഷയം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചൊല്ലണം. ഒരു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ സലാത്ത് തന്നെ എത്ര മഹത്വമുണ്ട്. മുത്തഖീങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, കരുണവാനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ ഈ സലാത്തിനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, പലവിധ പ്രയാസങ്ങളുള്ള മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ അവരൊക്കെ നമ്മുടെ വീഡിയോകൾ കാണുകയും പടച്ചവനെ അവരൊക്കെ നമ്മളെ കൂടെ ചെല്ലുകയും ചെയ്യുന്നുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളുണ്ടെങ്കിൽ അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളുണ്ടെങ്കിൽ നീ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ കടക്കാരാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി നൽകണേ പടച്ചവനെ റബ്ബേ. ഞങ്ങൾ രോഗികളാണെങ്കിൽ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുന്നവർ അവർക്കെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. സർവ്വ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണേ അല്ലാഹ്. ആപത്തുകളെ തൊട്ടവരെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, നീ അനുഗ്രഹങ്ങൾ
റസൂലുള്ളാഹിന്റെ സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നീ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പ്രഭാതത്തിൽ നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ തസ്ബീഹ് ചൊല്ലിയാൽ അല്ലാഹു അനുഗ്രഹങ്ങൾ ധാരാളം നൽകുന്നതാണ്. പടച്ചവൻ വലിയ ബർക്കത്തുകൾ ചൊരിയുന്നതാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 പ്രസവനെ ഞങ്ങൾ ചൊല്ലി തസ്ബീഹിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്റിനെ നീ സ്വീകരിക്കണേ ഖാലിഖായ റബ്ബേ. സർവ്വാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആപത്തുകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അതുപോലെ മുഅ്മിനീങ്ങളെ രാവിലെ നമ്മൾ ചൊല്ലേണ്ടിയുള്ള ഒരു ദിക്റാണ് ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയ്യാ റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ وبي محمد صلى الله عليه وسلم رسولا ونبيا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا ونبيا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا ونبيا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا ونبيا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا ونبيا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا ونبيا الله പടച്ചവനെ നീ ഞങ്ങളെ ഞങ്ങളെ ഇഷ്ടപ്പെടണേ റബ്ബേ. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീയാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നവരാക്കണേ പടച്ചവനെ.
അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ അല്ലാഹു നമുക്ക് രക്ഷ നൽകുന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹുവേ, നീ സൃഷ്ടിക്കപ്പെട്ട സർവ്വ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നൽകണം, അല്ലാഹു ബർക്കത്ത് ചൊരിയണം, കാരുണ്യവാനായ റബ്ബ് സകല അനുഗ്രഹങ്ങളും ചെയ്യണം. അല്ലാഹു നമ്മളെ ഈ ആരോഗ്യത്തെ കെടുത്തി കളയരുത്, പടച്ചവനെ നിലനിർത്തണം. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോയാൽ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ തകർന്നു പോകും മനുഷ്യരെ. അല്ലാഹു മരണം വരെ ഈ രണ്ട് കാലുകളിൽ നടന്ന് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. രോഗങ്ങളിൽ നിന്ന് പടച്ചവൻ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം. അതിനുള്ളൊരു ദിക്റാണ് അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. പടച്ചവനേ, നീ തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ റഹ്മാനേ. ഖാലിഖായ റബ്ബേ, നീ തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനേ. ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാഹ്. സർവ്വ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ പടച്ചവനേ. അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനേ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസുകളിലൊക്കെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഒരു മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ ധാരാളം ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് എന്ത് നേട്ടം? അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതുപോലെ അല്ലാഹു സാമ്പത്തിക വളർച്ച നമുക്ക് നൽകുന്നതാണ്. അതുപോലെ ആഖിറത്തിൽ വലിയ വിജയം നൽകുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരോട് വന്നിട്ട് ജനങ്ങൾ പലരും ചോദിക്കുകയുണ്ടായി,
ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. പടച്ചവനെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ് എന്ന് നിങ്ങൾ കേണപേക്ഷിച്ച് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് നിങ്ങൾ മടങ്ങുക. അതുപോലെ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റബ്ബ് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കുറച്ച് ഇസ്തിഗ്ഫാർ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. കാരുണ്യവാനും കരുണക്കടലുമായ അല്ലാഹുവേ, ഈ പ്രപഞ്ചം മടക്കി ഭരിക്കുന്ന സൃഷ്ടാവേ, പടച്ചവനേ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന റഹ്മാനെ, സർവ്വാനുഗ്രഹങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ നീ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മൾ സലാത്തുകൾ ചൊല്ലി, ഒരുപാട് ദിക്റുകൾ ചൊല്ലി. അല്ലാഹുവേ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ പടച്ചവനേ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രഭാതത്തിൽ ചൊല്ലേണ്ടിയുള്ള ഒരു ദിക്റാണ് ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി, 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 ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി. പടച്ചവനെ, കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിൽ നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. ഒരുപാട് മുനികൾ വിളിച്ച് പല വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്റുകൾ ഞങ്ങൾ പതിവാക്കുക. അല്ലാഹു വലിയ ഖൈറുകൾ ഞങ്ങൾക്ക് നൽകുന്നതാണ്. അത്ഭുത മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു കൊണ്ടുവരുന്നതാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ദിക്റുകളാണ് ഈ ചൊല്ലുന്നത്. ഇത് നമ്മൾ കൃത്യമാക്കി കഴിഞ്ഞാൽ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് കൊണ്ടുതരുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് ശർറുകൾ, അവനിൽ നിന്നും അവന്റെ കുടുംബത്തിൽ നിന്നെല്ലാം അല്ലാഹു ശർറുകൾ നീക്കുന്നതാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ മഹത്വമുള്ള ദിക്റാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം.
ഒരു ദിക്ർ ചൊല്ലിയാൽ അന്ന് മുഴുവൻ ദിക്ർ ചൊല്ലിയതിന്റെ കൂലി അല്ലാഹു നൽകും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه. ഇനി അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കുറച്ച് സലാത്ത് നമുക്ക് ചൊല്ലാൻ, നമ്മുടെ വിഷമങ്ങളും ടെൻഷനുകളും മാറിപ്പോകാൻ വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഖദ തഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ തഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. اللهم صل على سيدنا محمد قد ضاقت حيلتي أدركني يا رسول الله. ഇനി അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കുറച്ച് സലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. പടച്ചവനെ, പല മുറാദുകളുള്ളവരാണ് റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസിലുള്ളത്. അവരുടെ സർവ്വ ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, അവരെ ഏതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ നമ്മുടെ മജ്‌ലിസിൽ ഇരുന്ന് ദിക്റുകൾ ചൊല്ലുന്നത്, അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. അതിൽ ജോലിയില്ലാത്തവരുണ്ട് പടച്ചവനെ, രോഗം കൊണ്ട് വലയുന്നവരുണ്ട് അല്ലാഹ്, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പടച്ചവനെ, കുടുംബത്തെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. എല്ലാ പിശാചിന്റെ ശർറുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നല്ല നല്ല ജോലികൾ നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. മക്കൾ വിദേശത്തിൽ നിന്നവരുടെ പടച്ചവനെ, അവർക്കൊക്കെ ബർക്കത്ത് വരികണേ അല്ലാഹ്. നമ്മുടെ പ്രവാസികൾ ഒരുപാട് ഇതിൽ ചെല്ലുകയും നിൽക്കുകയും അല്ലാഹുവേ, സമ്പത്തോടെ സൗന്ദര്യത്തോടെ അവർക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളെല്ലാം നീ തട്ടി നീക്കണേ അല്ലാഹ്. ജോലി സ്ഥലങ്ങളിലെല്ലാം ബർക്കത്ത് വരികണേ അല്ലാഹ്. നമ്മളൊരു പ്രവാസിയായിരുന്നു പടച്ചവനെ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. ബന്ധങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നീ ധാരാളം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിന് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഒക്കെ അവർ കഷ്ടപ്പെടുന്ന പടച്ചവനെ, അവർക്ക് സർവ്വ അനുഗ്രഹങ്ങളും നീ നൽകണേ അല്ലാഹ്. അല്ലയോ പ്രിയപ്പെട്ട മുത്തഖീങ്ങളെ, മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ വീഡിയോകൾ കേൾക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സർവ്വ അനുഗ്രഹങ്ങളും അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ.
റസൂലുള്ളാഹിന്റെ മേൽ കുറച്ച് സലാത്ത് നമുക്ക് പറയാം. നമ്മുടെ മജ്ലിസിന്റെ പേര് എന്താണ്? മദീനയിലേക്ക് ഒരു സലാം, ആത്മീയ മജ്ലിസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാം. അത് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തോട് നമ്മൾ റസൂലുള്ള പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുക. അല്ലാഹു വലിയ ബർക്കത്ത് ചൊരിയുന്നതാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ പിൻപറ്റുക. കുറച്ച് സലാം റസൂലുള്ളാഹിക്ക് നമുക്ക് പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ, الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا رحمة للعالمين. اللهم ഞങ്ങളെ സലാത്തുകളും സലാമുകളെല്ലാം ഞങ്ങളുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിൽ നീ എത്തിക്കണേ പടച്ചവനെ. ഖാലിഖായ റബ്ബേ നീ എത്തിക്കണേ അല്ലാഹ്. കരുണക്കടലായ അല്ലാഹ് നീ എത്തിക്കണേ പടച്ചവനെ. പ്രിയപ്പെട്ട മുത്തഖീകളെ, മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് നമ്മൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയമുള്ളപ്പോഴൊക്കെ നിങ്ങളുടെ മെസ്സേജുകൾ നമ്മൾ വായിക്കും. എല്ലാ സദസ്സുകളിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു സുലൈഹ ബീവി ഇപ്പോൾ നമ്മുടെ ദുആ ചെയ്തു, അല്ലാഹു അവരുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ടൈം ഉള്ളപ്പോഴൊക്കെ നിങ്ങളുടെ മെസ്സേജുകൾ വായിച്ച് എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ദുആ ചെയ്യുന്നു. അതുപോലെ സുമയ്യ ബീവി കടങ്ങൾ വീടാൻ ദുആ ചെയ്തു, അല്ലാഹു അവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ പടച്ചവനെ. സർവ്വ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണേ അല്ലാഹ്. കടക്കാരായ ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ലേ പടച്ചവനെ. നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാം, പടച്ചവനെ കടക്കാരായ ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ആരെയും കടക്കാരായി മരിപ്പിക്കല്ലേ പടച്ചവനെ. ഞങ്ങളൊക്കെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. നമ്മുടെ ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന്റെ രക്ഷിതാവിന് കടമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനെ എത്ര ശ്രദ്ധിക്കണം. കടമില്ലാത്തവർ, ചിലർ കടമുണ്ടാകുന്ന ഒരു ചെറിയ വീട് വെച്ചിട്ടാണ് കടം. അല്ലാഹുവേ കാരുണ്യവാനായ റബ്ബേ, അവിടെ എല്ലാ കുടുംബങ്ങൾക്കും ഭർത്താക്കന്മാർക്കുമൊക്കെ പലരും കടക്കാരായിട്ടുള്ളവർ അല്ലാഹുവേ, അവിടെ എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ പടച്ചവനെ. അതുപോലെ മരിച്ചുപോയ 5 വയസ്സുള്ള മോന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ ബർക്കത്ത്, അല്ലാഹുവേ ആ കുടുംബത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ആ പൊന്നുമോനെ നാളെ ഈ മാതാപിതാക്കൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കുഞ്ഞാക്കി മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ ആ മാതാപിതാക്കളെ നാളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാക്കി നീ മാറ്റണേ പടച്ചവനെ. ആ മാതാപിതാക്കൾക്ക് നീ സമാധാനവും ഐശ്വര്യവും സമ്പത്തും അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. പടച്ചവനെ ആ പൊന്നു മകനെ ഹബീബായ റസൂലുള്ളാഹിയോട് ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം അമ്പിയാക്കളോടൊപ്പം അവർ സ്വർഗ്ഗത്തിൽ നീ അയക്കണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങൾ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ദുആ ചെയ്യാം. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു അതൊക്കെ നീ നിലനിർത്തണേ അല്ലാഹ്, നിലനിർത്തണേ പടച്ചവനെ. അതുപോലെ തന്നെ ഒരു ഉംറയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ പടച്ചവൻ. അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹവും അല്ലാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുക. പടച്ചവൻ ആ മണ്ണിൽ ധാരാളം പ്രാവശ്യം എല്ലാം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരുപാട് പേര് നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. സകല അനുഗ്രഹങ്ങളും അല്ലാഹു നൽകുമാറാകട്ടെ. ഒരുപാട് വായിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. സമയം കിട്ടുമ്പോഴൊക്കെ
എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ പള്ളിയിലെ ഇമാമുകളാണ്, മദ്രസകളുണ്ട്, അതുപോലെ ഓരോ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് നമുക്കും എല്ലാം ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഹലാലായ വിശേഷം അല്ലാഹു സാധിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ പല വിദേശ രാജ്യങ്ങളിലാണ്. അല്ലാഹു ഖൈറുകൾ നൽകട്ടെ, ബർക്കത്തുകൾ അല്ലാഹു ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ محمد يا رب صل عليه وسلم.